കാട്ടാന ചരിഞ്ഞു. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ആനയെ രക്ഷിക്കാനായില്ല. ആളൊഴിഞ്ഞ വീടിന്റെ പുരയിടത്തിലെ മാലിന്യക്കുഴിയിൽ ഇന്ന് രാവിലെയാണ് ആന വീണത്. വിശദാംശങ്ങളുമായി ലെവിൻ കെ വിജയൻ തുടരുന്നുണ്ട്. ലെവിൻ, വളരെ സങ്കടകരമായ വാർത്തയാണ്, വിവരങ്ങൾ. സങ്കടകരമായ വാർത്ത തന്നെയാണ്. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം വനവകുപ്പും നാട്ടുകാരും പോലീസും വിവിധ സേനാ വിഭാഗങ്ങളും ചേർന്ന് നടത്തിയെങ്കിലും ആനയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇന്ന് രാവിലെ 6:30 കൂടിയാണ് ആനയെ ഈ നിക്കാടുള്ള ഈ ആളൊഴിഞ്ഞ പുരയിടത്തിലെ മാലിന്യക്കുഴിയിൽ വീണ നിലയിൽ ആളുകൾ കാണുന്നത്. ആന വീണ് നിലം വിളിച്ചതാണ് നേരം പുലർന്നപ്പോൾ ആളുകൾ ഇത്തരത്തിൽ ഒരു അപകടം പറ്റി ആനയ്ക്ക് സംഭവിച്ചതായി തിരിച്ചറിയുന്നത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും മറ്റും വിവരം അറിയിച്ചു. 9 മണിയോടുകൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മറ്റു സർവ്വ സന്നാഹങ്ങളുമായി ഇവിടെ എത്തി. JCB അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുഴി വിപുലീകരിച്ചുകൊണ്ട് ആനയെ പുറത്തെത്തിക്കാനാണ് നീക്കം നടത്തിയത്. പക്ഷേ ജീവനോടുകൂടി ആനയെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്ന കാഴ്ച. കാരണം ഈ ഒരു കുഴി വലുതാക്കി ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ ആന അതിനോട് പുറത്തേക്ക് വരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയപ്പോൾ ആന അതിനോട് സഹകരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ എങ്കിൽ പോലും ആന പൂർണ്ണമായി അവശനായതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ആന ചെരിഞ്ഞതായി ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. വനംവകുപ്പ് വെറ്റിനറി ഡോക്ടർ നേരിട്ടെത്തി പരിശോധന കൂടി നടത്തിയിരുന്നു. പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ആന ചെരിഞ്ഞതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്റേണൽ ഇഞ്ചുറി അടക്കം ആനയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം പറയുന്നത്. ഏകദേശം 10 മണിക്കൂറിനടുത്ത് ഈ രാത്രികാലം പൂർണ്ണമായും ഈ കുഴിയിൽ വീണ് പരിക്ക് പറ്റിയ നിലയിൽ തന്നെയായിരുന്നു ആന ഉണ്ടായിരുന്നത്. ഈ കുഴിയിൽ വീണതിനെ തുടർന്ന് 2 കാലുകളും ചെടിക്കകത്ത് കൊണ്ടുപോവുകയും മണ്ണിനടിയിൽ കൊണ്ടുപോവുകയും ചെയ്തു. തലഭാഗവും മുൻവശത്തെ 2 കാലുകളും ഉയർത്തി കുറച്ച് സമയം ആനയ്ക്ക് നിലയുറപ്പിക്കാൻ പറ്റിയെങ്കിലും ഏകദേശം 10 മണിക്കൂറിനടുത്ത് ഈ രാത്രികാലം പൂർണ്ണമായും ഈ കുഴിയിൽ വീണ് പരിക്ക് പറ്റിയ നിലയിൽ തന്നെയായിരുന്നു ആന ഉണ്ടായിരുന്നത്. ഈ കുഴിയിൽ വീണതിനെ തുടർന്ന് 2 കാലുകളും ചെളിക്കകത്ത് പൂണ്ടുപോവുകയും മണ്ണിനടിയിൽ പൂണ്ടുപോവുകയും ചെയ്തു. തലഭാഗവും മുൻവശത്തെ 2 കാലുകളും ഉയർത്തി കുറച്ച് സമയം ആനയ്ക്ക് നിലയുറപ്പിക്കാൻ പറ്റിയെങ്കിലും പിന്നീട് പരിക്ക് ഗുരുതരമായി മാറുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ അടക്കം പറയുന്നത്. കൂടുതൽ പരിശോധനകൾ ആനയെ സംബന്ധിച്ച് നടത്തേണ്ടതുണ്ട്. അതുമാത്രമല്ല, വെറ്റിനറി അവസാന നിമിഷം വരെയും ആനയെ രക്ഷിക്കാനുള്ള ശ്രമം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നടത്തിയിരുന്നു. ഈ അവശനായ ആനയുടെ ശരീരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ക്ഷീണം ഒഴിവാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അത് വിജയകരമായി നടത്താൻ കഴിഞ്ഞിരുന്നില്ല. അതോടൊപ്പം തന്നെയാണ് ഈ ആനയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള മറ്റ് ശ്രമങ്ങളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയത്. പ്രധാനമായും ഈ JCB അടക്കമുള്ള സംവിധാനങ്ങൾ രാവിലെ ഇവിടെ എത്തിക്കാൻ കുറച്ച് താമസം എടുത്തു. കാരണം ഇച്ചിരി ഉൾപ്രദേശമാണ്, വനമേഖലയാണ്. ഇവിടേക്ക് വാഹനമടക്കം എത്തിച്ച് ഈ കുഴി എടുക്കുന്നതും വിപുലീകരിക്കുന്നതും അടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ലെവനിലേക്ക് എത്താം. ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ AK ശശീന്ദ്രൻ, താങ്കൾ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട് കാണും എന്ന് കരുതുന്നു. എന്താണ് പ്രതികരണം? ആനക്കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു. പക്ഷെ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. നല്ല രോമനത്വമുള്ള ആനക്കുട്ടിയായിരുന്നു. രക്ഷപ്പെടുത്താൻ കഴിയാത്തതിൽ പ്രയാസമുണ്ട്. ശ്രീ AK ശശീന്ദ്രൻ കേൾക്കാമെങ്കിൽ എനിക്ക് തോന്നുന്നു തൃശൂർ പാലപ്പള്ളിയിലാണ് ഇത്തരത്തിൽ മാലിന്യക്കുഴിയിൽ വീണ കാട്ടാന ചരിഞ്ഞു എന്നുള്ള വാർത്ത ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ഏകദേശം 4 മണിക്കൂറോളം നീണ്ടുനിന്ന രക്ഷാദൗത്യമായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ഈ കാട്ടാന മാലിന്യക്കുഴിയിൽ അകപ്പെട്ടത്. വനംവകുപ്പ് അടക്കം സ്ഥലത്തെത്തി രക്ഷാദൗത്യം പുരോഗമിക്കുന്ന ഘട്ടത്തിലാണിപ്പോൾ ആന ചെരിഞ്ഞതായി വിവരം പുറത്തു വരുന്നത്. ലെവിൻ കെ വിജയൻ തുടരുന്നുണ്ട്. ലെവിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അവസാന നിമിഷം വരെ ഈ ആനയെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയായിരുന്നു. ആന അതിനോട് സഹകരിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എത്തരത്തിലാണ് ഈ മരണം സംഭവിച്ചത്, അതടക്കമുള്ള കാര്യങ്ങൾക്ക് ഈ ആനയെ പുറത്തെത്തിക്കുക ആവശ്യമാണ് എന്നുള്ളതും അറിയാം. അതടക്കമുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ലെവലിലേക്ക് എത്താം. മന്ത്രി AK ശശീന്ദ്രൻ തുടരുന്നുണ്ട്. ശ്രീ AK ശശീന്ദ്രൻ, എനിക്ക് തോന്നുന്നു ഏകദേശം 4 മണിക്കൂറോളം നീണ്ടുനിന്ന രക്ഷാദൗത്യമാണ്. എല്ലാവരും എത്തരത്തിലെങ്കിലും ഈ ആനക്കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്താണ് മരണകാരണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അല്ല, അവസ്ഥയിൽ ആനക്കുട്ടിയെ രക്ഷിക്കാനുള്ള
എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തി വരികയായിരുന്നു. പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. പ്രതീക്ഷയ്ക്ക് അതീതമായാണ് കാര്യങ്ങൾ സംഭവിച്ചത്. അതിന്റെ മറ്റ് കാരണങ്ങളൊക്കെ അറിയണമെങ്കിൽ മെഡിക്കൽ പോസ്റ്റ്മോർട്ടം തുടങ്ങിയ നടപടികൾ തീർച്ചയാൽ മാത്രമേ പറയാനാവൂ. ഏതായാലും സങ്കടകരമായ ഒരു വാർത്തയാണ് നാം എല്ലാം കേൾക്കുന്നത്. ശരി. മന്ത്രി എ കെ ശശീന്ദ്രനാണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. പാലപ്പള്ളിയിലാണ് ഇത്തരത്തിൽ മാലിന്യക്കുഴിയിൽ വീണ കാട്ടാന. ഏകദേശം ഇന്ന് പുലർച്ചെയാണ് കാട്ടാന മാലിന്യക്കുഴിയിൽ വീണത്. ഈ കാട്ടാനയാണിപ്പോൾ ചെരിഞ്ഞു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. 4 മണിക്കൂറോളം നീണ്ട രക്ഷാദൗത്യമായിരുന്നു. വനം വകുപ്പും നാട്ടുകാരും ഒക്കെ ചേർന്ന് രക്ഷാദൗത്യം നടത്തുകയായിരുന്നു. ആനക്കുട്ടി എത്തരത്തിലെങ്കിലും രക്ഷിക്കാനായിട്ടുള്ള ശ്രമമാണ് ഈ ഘട്ടം വരെ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലാണിപ്പോൾ ആന മരിച്ചു, ആന ചെരിഞ്ഞു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. എത്തരത്തിലാണ് ഈ ആന ചെരിഞ്ഞത് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. പുലർച്ചെ ഏകദേശം 6 മണിയോടുകൂടിയാണ് ഈ ആന മാലിന്യക്കുഴിയിൽ വീണത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്.